നമ്മുടെ വീട്ടില് ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ വരത്തുപോക്കുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കുകള് ശുഭനിമിത്തങ്ങളുമുണ്ട്, അതുപോലെ തന്നെ അശുഭനിമിത്തങ്ങളുമുണ്ട്. ശുഭമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉയർച്ചയും ജീവിത വിജയവും വന്നു ചേരുന്നതാണ്. അതേസമയം അശുഭനിമിത്തങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല, എല്ലാം നാശമായി വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ദുഷ്ടശക്തികളുടെ വരത്തുപോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടില് ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ വരത്തുപോക്കുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് പറയാമോ എന്നുള്ളത്. നിങ്ങളുടെ വീട്ടില് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ വരത്തുപോക്കുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ വരത്തുപോക്ക് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. വരത്തുപോക്ക് നടന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ വരത്തുപോക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചില നിമിത്തങ്ങളായിട്ട് നമുക്ക് കാട്ടിത്തരും എന്നുള്ളതാണ്. എല്ലാ വരത്തുപോക്കുകളും ശുഭമാകണമെന്നില്ല. വരത്തുപോക്കുകള് ശുഭനിമിത്തങ്ങളുമുണ്ട്, അതുപോലെ തന്നെ അശുഭനിമിത്തങ്ങളുമുണ്ട്. ശുഭമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉയർച്ചയും ജീവിത വിജയവും വന്നു ചേരുന്നതാണ്. അതേസമയം അശുഭനിമിത്തങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല, എല്ലാം നാശമായി വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് വരത്തുപോക്കുള്ള വീടുകളിൽ കാണുന്ന ശുഭനിമിത്തങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഞാൻ ഈ പറയുന്ന ശുഭനിമിത്തങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്, നിങ്ങളുടെ ഭവനത്തിൽ ഒരു വരത്തുപോക്കുണ്ട്, അത് നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു എന്നുള്ളത്. നിങ്ങളുടെ ജീവിതം വെച്ചടി ഉയർച്ചയിലേക്ക് പോകും, എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വരത്തുപോക്ക് സമയത്ത് ലഭിക്കുന്ന ആ ലക്ഷണങ്ങൾ, വരത്തുപോക്കുള്ള വീട്ടിൽ കാണുന്ന സൂചനകൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യത്തെ ലക്ഷണം, ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കും. ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തോ തെളിയിച്ചു വച്ചതിന് ശേഷമോ പുള്ളിക്കോയിലിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഒന്നുകിൽ വിളക്ക് വയ്ക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി വെച്ച കഴിയുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ത്രിസന്ധ്യാ നേരത്ത് സ്ഥിരമായിട്ട് നിങ്ങൾ പുള്ളിക്കോയിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊരു വരത്തുപോക്കിന്റെ ലക്ഷണമാണ്, ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളിലേക്ക് നല്ല കാലം പിറക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വിജയം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് മുന്നോട്ട് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. ഇനി അടുത്ത ലക്ഷണം, രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളെ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി അവിടെ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾക്കും വിഗ്രഹങ്ങൾക്കുമൊക്കെ പൂക്കള് അർപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വയ്ക്കുന്ന പൂക്കള് കാറ്റിൽ പറന്നു പോവുക അല്ലെങ്കിൽ നമ്മൾ വെക്കുന്നിടത്ത് നിന്ന് ഊർന്ന് താഴെ വീഴുക. ഉദാഹരണത്തിന് ഒരു മാല ചാർത്തിയാൽ മാല ഊർന്നു വീഴുക, അതിൽ വയ്ക്കുന്ന പൂക്കള് അതിൽ നിന്ന് അടർന്നു വീഴുക അല്ലെങ്കിൽ താഴെ വീഴുക. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാണുക എന്ന് പറയുന്നത് നിമിത്തമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നത് ആ ചൈതന്യം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതിന് തുല്യമായിട്ടാണ്, നിമിത്തമായിട്ടാണ് നിമിത്തശാസ്ത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി മൂന്നാമത്തെ ലക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ ലക്ഷണം എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൽ നിലവിളക്ക് വയ്ക്കുന്ന സമയത്ത് ദിവസവും നിലവിളക്കിന്റെ അടുത്ത് ഒരു പല്ലിയുടെ സാന്നിധ്യം കാണുക എന്നുള്ളതാണ്. ഒരു പല്ലി നിലവിളക്കിന്റെ അടുത്തേക്ക് വരിക നമ്മൾ തൊഴുതു നിൽക്കുമ്പോൾ ആയിരിക്കും എല്ലാ ദിവസവും കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു പല്ലിയുടെ സാന്നിധ്യം ആ വിളക്കിന്റെ അടുത്ത് അങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിളക്കണക്കാൻ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും കാണുന്നു എങ്കിൽ ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ല. ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അശുഭമല്ല, അതിനെ ആട്ടിപ്പായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തിരിച്ചറിയുക.
ഇത് വളരെയധികം ശുഭകരമായിട്ടുള്ള നിമിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. ഭഗവതിയുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ പറയുന്നത്, ഇതിനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത്, നമ്മൾ വിളക്ക് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു കുളിർമ അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ഭസ്മ സുഗന്ധവും നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. വരത്തുപോക്കിന്റെ സാന്നിധ്യം, ഈശ്വര സാന്നിധ്യം തൊട്ടറിയുന്നവർക്ക് ഉണ്ടാകുന്നതാണ് ഈ ലക്ഷണങ്ങൾ. നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആയിരിക്കും. നമ്മൾ 2 കണ്ണുമടച്ച് നിലവിളക്കിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാതെ ഒരു കുളിർമ, വല്ലാത്ത ഒരു തണുപ്പ്, അത് നമ്മളെ തലോടിക്കൊണ്ടു പോകുന്നു. ഒരു കാറ്റിന്റെ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെയൊരു തണുപ്പ് നമ്മളെ വലയം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വരത്തുപോക്കിന്റെ നിമിത്തത്തിന്റെ സൂചനയാണ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാവും, ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോസ് നോക്കി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ആ ഫോട്ടോസിലേക്ക് നോക്കി നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ചിത്രങ്ങൾക്ക് തിളക്കം അനുഭവപ്പെടുക എന്നുള്ളത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് സംഭവിക്കണമെന്നില്ല. എന്നാൽ ചിലർക്കെങ്കിലും അത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടില് തുളസി വനം താനെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈശ്വര സാന്നിധ്യമുള്ള മണ്ണിൽ മാത്രം ഉണ്ടാകുന്ന ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. തുളസി എല്ലായിടത്തും തഴച്ചു വളരില്ല, അത് നമുക്കറിയാം. ചില വീടുകളിൽ നമ്മൾ തുളസി എത്രയൊക്കെ കഷ്ടപ്പെട്ട് നട്ടു വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് വാടിക്കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ചില വീടുകളിൽ നമ്മൾ കാണാറുണ്ട്, തുളസി താനേ കിളിർത്തു വരും. അത് ഒരു കാട് പോലെ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കും. അതാണ് പറയുന്നത് വീട്ടിൽ തുളസി വനം ഉണ്ടാവുക എന്നത്. തുളസി വനം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, അത് കാട് കയറി പൂക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത് ഐശ്വര്യത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് കാട്ടിത്തരുന്നത്. ഈശ്വര സാന്നിധ്യം ആ വീട്ടിലും ആ മണ്ണിലും ഉണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയുന്ന ലക്ഷണം ഉപ്പന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലും പരിസരത്തുമായിട്ട് ഉപ്പനെ കാണുന്നതും ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും ഒക്കെയും ഈശ്വര സാന്നിധ്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഇങ്ങനെ ഉപ്പൻ വരുന്നതും ഉപ്പൻ ചില സൂചനകൾ കാട്ടിത്തരുന്നതും. ഉപ്പന്റെ ശബ്ദം കേൾക്കുക, ഉപ്പൻ എപ്പോഴും വീടിനടുത്തായിട്ട് പറന്നു നടക്കുക, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത്. അത് ശരിയായി മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയാനോ ആട്ടിപ്പായിക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. ഈശ്വര ചൈതന്യവുമായിട്ട് ഐശ്വര്യവുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത്. അതിനെ ആട്ടിപ്പായിക്കുന്നത് നിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ വരത്തുപോക്കുള്ള വീടുകളിൽ കാണാൻ സാധിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കടന്നു വരാൻ പോവുകയാണ്. ഒരു ദൈവിക ചൈതന്യം അല്ലെങ്കിൽ ദൈവിക സാമീപ്യം ആ വീട്ടിനും ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.